നമ്മൾ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോകുമ്പോൾ അവിടെ സെല്ല് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഏറ്റവും ആദ്യത്തെ സ്റ്റോക്ക് ആയിരിക്കും കസ്റ്റമേഴ്സിന് സെല്ല് ചെയ്യാനായിട്ട് വെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സ്റ്റോക്സ്, എക്സിസ്റ്റിംഗ് സ്റ്റോക്സ് കഴിഞ്ഞതിന് ശേഷമേ കസ്റ്റമേഴ്സിന് സെല്ല് ചെയ്യുള്ളൂ. ഇത് ലിറ്ററലി പറയുന്നുണ്ടെങ്കിൽ ഫിഫോ ആണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ബിസിനസ്സിലേക്ക് ഫസ്റ്റ് വന്ന ഗുഡ്സ് ആയിരിക്കും ആദ്യം നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് സെല്ല് ചെയ്യുക. അതുകൊണ്ട് തന്നെ റൈസിംഗ് പ്രൈസസിന്റെ ഒരു ചാർട്ട് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ലോവർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഹയർ എൻഡിങ് ഇൻവെന്ററിയും കാണാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, മാർച്ച് 1 നമ്മൾ $10 ഗുഡ്സ് പർച്ചേസ് ചെയ്തു ആൻഡ് മാർച്ച് 20 സെയിം ഗുഡ്സ് നമ്മൾ $22 പർച്ചേസ് ചെയ്തു. നമ്മൾ ഫിഫോ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ബിസിനസ്സിലേക്ക് വന്ന ഗുഡ്സ് ആണ് ആദ്യം കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ സെല് ചെയ്യുന്നത്. അതായത് $10 ഗുഡ്സ് ആണ് നമ്മൾ കസ്റ്റമേഴ്സിന് സെല് ചെയ്യുന്നത്. ബാക്കി നമ്മളുടെ അടുത്ത് ഉണ്ടാവുക $22 ഹയർ വാല്യൂ ഉള്ള എൻഡിങ് ഇൻവെന്ററി ആയിരിക്കും. ഫിഫോന്റെ ഒരു ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ റൈസിംഗ് പ്രൈസിന്റെ ടൈമിൽ ഫിഫോ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലോവർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്രോസ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. പക്ഷേ കൂടുതൽ പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കൂടുതൽ ടാക്സും അടയ്ക്കേണ്ടി വരുന്നുണ്ട്. അത് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇതുപോലെ CMA USD റിലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.